മലയാള ഭാഷാ ബില്ലിനെക്കുറിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ട്വീറ്റ് അപകടകരമെന്ന് മന്ത്രി എം ബി രാജേഷ്. മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നുവെന്ന പരാമർശം ശരിയല്ല. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷയിൽ പഠിക്കാമെന്നാണ് ബില്ലിൽ പറഞ്ഞിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ബില്ല് അവതരിപ്പിച്ചത് എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമെന്ന് മന്ത്രി പി രാജീവും പ്രതികരിച്ചു. കേരള നിയമസഭ പാസാക്കിയ മലയാള ഭാഷാ ബില്ലിനെ സംബന്ധിച്ച് കർണാടക മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് കൂടിയായ ശ്രീ സിദ്ധരാമയ്യയുടെ ട്വീറ്റ് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. അത് അടിസ്ഥാനരഹിതമാണ്, നിരുത്തരവാദപരമാണ്. അദ്ദേഹം അനാവശ്യമായിട്ടുള്ള വിവാദമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ മേൽ മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നു എന്നത് വളരെ നിരുത്തരവാദപരമായിട്ടുള്ളൊരു ആരോപണമാണ്. കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ നിയമമാണിത്. ഇപ്പൊ സംഘപരിവാർ രാജ്യത്താകെ കേരളത്തിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ, വിദ്വേഷ പ്രചരണം നടത്തുന്നുണ്ട്. സമാനമായ നിലയിൽ കേരളത്തിനെതിരായ വിദ്വേഷ പ്രചരണത്തിന് കോൺഗ്രസ് നേതാവ് കൂടിയായ സിദ്ധരാമയ്യ ഇപ്പോൾ നേതൃത്വം കൊടുക്കുകയാണ്, സംഘപരിവാറിന്റെ അതേ ശൈലിയിൽ. കർണാടക മുഖ്യമന്ത്രി കാര്യങ്ങൾ പഠിക്കാതെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഒരു വളരെ തെറ്റായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ അതിനകത്തും ഇന്ന് നേരത്തെ കേന്ദ്രം പറഞ്ഞ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ച് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. അതേസമയം മലയാള ഭാഷാ ബില്ലിനെതിരെ BJPയും രംഗത്തെത്തി. ഭാഷാ ന്യൂനപക്ഷമുള്ള കാസർകോട്ടെ സ്കൂളുകളിൽ മലയാളം നിർബന്ധിത ഭാഷയാക്കരുത് എന്ന് BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത് പറഞ്ഞു. ഞങ്ങൾ മലയാളത്തിനെതിരല്ല. ഞങ്ങൾ ഭൂരിപക്ഷ ഭാഷയായിട്ടുള്ള കേരളത്തിലെ മലയാളത്തിനെതിരല്ല. മലയാളം പഠിപ്പിക്കണം എന്ന് തന്നെ അഭിപ്രായമുള്ളത്. പക്ഷേ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിച്ചിട്ട് വേണം മലയാള ഭാഷ ഇവിടെ പഠിപ്പിക്കാൻ എന്ന നിലപാടാണ് BJPക്കുള്ളത്. അതിനെ രണ്ടും രണ്ടായിട്ട് കാണണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.